വേതന വർധനവ് ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച മുതലാണ് LPG വിതരണം ചെയ്യുന്ന ട്രക്കുകളിലെ ജീവനക്കാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സംസ്ഥാനത്ത് LPG വിതരണത്തിനായി ഉപയോഗിക്കുന്ന 900 ട്രക്കുകളിലെ 2000-ഓളം ജീവനക്കാരാണ് സമരത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ 25% വർധനവ് വേണമെന്നായിരുന്നു തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ഇന്ന് രാവിലെ 11 മണിക്ക് ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനമായത്. ഇന്ന് നടന്ന ചർച്ചയിൽ തൊഴിലാളികൾക്ക് 15% വേതന വർധനവ് നൽകുന്നതിനാണ് തീരുമാനമായത്. മെയ് 20-ന് കൂടുതൽ വിശദമായ ചർച്ച ചെയ്ത് അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളുള്ള വർധനവിനെക്കുറിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അന്ന് നടക്കുന്ന ചർച്ചകളിൽ തീരുമാനം എടുക്കുന്നത് വരെയാണ് ഈ 15% വർധന അനുവദിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെ ശമ്പളം 25% വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മാസം 20-ന് നടത്തുന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ തീരുമാനമാക്കും. ശമ്പള വർധനവിന് പുറമെ ജോലി സമയം നിജപ്പെടുത്തുക, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങി തൊഴിലാളികൾ മുന്നോട്ട് വെച്ച 17 ആവശ്യങ്ങൾ മെയ് 20-ന് പരിഗണിക്കും. കഴക്കൂട്ടം ബ്രാഞ്ചിലെ ട്രക്ക് കോൺട്രാക്ടർമാർ ഇന്ന് നടന്ന ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ നിലവിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥ കഴക്കൂട്ടം ബ്രാഞ്ചിലും ബാധകമാക്കുമെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.